ഓക്കെ. മറ്റൊന്ന്, ഇപ്പോൾ ഈ ഫുട്ബോൾ പ്രേമികളായ കുട്ടികൾ കായിക സ്വപ്നങ്ങളുമായി, അത്ലറ്റ് എന്ന സ്വപ്നവുമായി കഴിയുന്ന ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തോടൊപ്പം അവരുടെ ഈ കായികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്പോർട്സിലും മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ 10ാം ക്ലാസ്സിന് ശേഷം ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത്? അവരുടെ പ്രാഗൽഭ്യം പ്രധാനമാണ്. കാരണം 10,000 മോഹം കൊണ്ട് പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു കായിക മേഖല കൊണ്ട് എനിക്ക് ജീവിതം കെട്ടിപ്പടുക്കാം എന്നുള്ള ധൈര്യമുള്ളവർ, പ്രാപ്തിയുള്ളവർ, അത്രമാത്രം ക്ഷേമശിയുള്ളവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു റിസ്ക് എലമെൻ്റ് കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ഏത് തൊഴിലിലെത്തിപ്പെടാൻ സാധ്യതയുണ്ടോ അതേസമയം കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഫിസിക്കലി ഫിറ്റാവാനും ഒക്കെ ഉള്ള ധാരാളം ഒഴിവ് സമയം കിട്ടുകയും ചെയ്യുന്ന ഒരവസരമുണ്ടോ അതാണ് എടുക്കേണ്ടത്. പക്ഷേ അതേസമയം ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒക്കെ നല്ല ഒന്നാം തരം അത്ലറ്റുകളുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ കഴിവാണ് തീർച്ചയായിട്ടും. പക്ഷേ ഫുൾ ടൈം കരിയർ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു ഹ്യൂമാനിറ്റീസ് ലൈനിലൊക്കെ വന്നാൽ അവർക്ക് ഇഷ്ടം പോലെ സമയം ഒരുങ്ങാനും പഠിക്കാനും ഉണ്ടാവും. അത് ലീവ് എടുത്ത് കുറേ ദിവസം ക്യാമ്പിലേക്കൊക്കെ മാറി നിൽക്കേണ്ടി വന്നാൽ അവർക്ക് നന്നായിരിക്കും. മാത്രമല്ല ചില കോളേജുകൾ അവരുടെ ഫുട്ബോൾ ടീം നന്നാക്കാൻ, വളർത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട്, വിദ്യാർത്ഥിയെയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. അങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യും, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ അതുകൂടാതെ BP.Ed പോലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ അവർക്ക് പറ്റിയതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് അവർക്ക് വരികയും ചെയ്യാം.